الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ശബ്ദം ശ്രദ്ധിക്കുന്ന സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്തരമൊരു വിശദീകരണം ആവശ്യമായി വന്നത് ഏവരും മനസ്സിലാക്കിയതാണ്. മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിന്റെ ദീനിയായ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 100 വർഷമായി സംഘടിതമായി പ്രമാണബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ ദീനായി ആദർശമായി പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബിമാരും ആ സ്വഹാബത്തിൽ നിന്ന് മതം മനസ്സിലാക്കിയ താബിഈകളുമൊക്കെ എങ്ങനെയാണോ മതത്തിനെ മനസ്സിലാക്കിയത്, ആ നിലക്ക് തന്നെ മതത്തെ മനസ്സിലാക്കണമെന്ന് വാശി കാണിക്കുകയും അതിൽ നിന്ന് എവിടെയെല്ലാം സമൂഹം വഴിമാറിപ്പോകുന്നുവോ അവിടെയൊക്കെ വളരെ കൃത്യമായി ഇടപെടുകയും സമൂഹത്തിന് ദിശാബോധം നൽകാൻ ശ്രമിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രബോധനം ആരംഭിച്ച് ഏതാനും വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിനെതിരായി ചില ആളുകൾ രംഗത്ത് വരികയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു ബദൽ സംവിധാനം രൂപീകരിക്കുകയും എന്നിട്ട് തൗഹീദിനെയും സുന്നത്തിനെയും ഇല്ലായ്മ ചെയ്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ഥാപിച്ചെടുക്കാനായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെ മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണബദ്ധമായ പ്രബോധനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെയെല്ലാം സാധിക്കുമോ ആ വഴികളെല്ലാം അവർ തേടാൻ ശ്രമിച്ചിട്ടുണ്ട്. മുജാഹിദുകളെ സ്റ്റേജുകൾ കയ്യേറിയും കൂക്കുവിളികൾ നടത്തിയും കല്ലേറുകൾ കൊണ്ടും മറ്റു വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാക്കിയുമൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംരംഭങ്ങളെ മുടക്കാൻ അവർ എന്നും ശ്രമിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രവർത്തകന്മാർ ആ രംഗത്തെ ഏറ്റ മർദ്ദനങ്ങളും പീഡനങ്ങളും പറഞ്ഞറിയിക്കേണ്ടതില്ല, അതിന് മാത്രം ധാരാളമാണ്. മഹല്ലു ബഹിഷ്കരണങ്ങളും ഖബർ ബഹിഷ്കരണങ്ങളും വിവാഹരംഗത്തുള്ള
പ്രയാസപ്പെടുത്തലുമെല്ലാം കേരളത്തിൽ വ്യാപകമായ എല്ലാ പ്രദേശങ്ങളിലും തന്നെ വ്യാപകമായി ഉള്ള ഒന്നുമാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിനെ എന്നും വകവെക്കാതെ മുജാഹിദ് പ്രസ്ഥാനം എന്നും ശക്തമായി ദഅ്വരംഗത്തിറങ്ങുകയും ആളുകൾ ധാരാളമായി തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ആ വഴിയിലേക്ക് കടന്നു വരികയും ചെയ്തുവെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്ത് ചില വ്യക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സംഘടനാ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയും അതിന് ആക്കം കൂട്ടാൻ എന്ന വണ്ണം ആദർശ രംഗത്ത് പുതിയ ചില രീതികൾ അവർക്ക് അവതരിപ്പിക്കുകയും അത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ചെറിയ സംഘം ആ പ്രസ്ഥാനത്തിന്റെ ആദർശ വഴിയിൽ നിന്ന് വഴിമാറിപ്പോകാൻ നിമിത്തമായി മാറുകയും ചെയ്തത്. അതിനെ തുടർന്ന് ധാരാളം വിവാദങ്ങളും ശബ്ദകോലാഹലങ്ങളുമൊക്കെ കേരളത്തിൽ ഉണ്ടായി. അതും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ രംഗത്ത് പുതിയ ചില നീക്കങ്ങൾ സംഘടനാപരമായി ഉണ്ടായപ്പോഴാണ് ആ ഒരു സാഹചര്യം മുതലെടുക്കാനെന്ന വണ്ണം സമസ്തയുടെ ലേബലിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവരുടെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ സമ്മേളന വേദിയിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ആ വിഷയം സജീവമായ ചർച്ചയാണ്. സോഷ്യൽ മീഡിയകളും അല്ലാത്ത മറ്റു മേഖലകളുമൊക്കെ ആ രംഗത്ത് സജീവമായ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗികമായി തന്നെ ഒരു വെല്ലുവിളിയുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ഇറങ്ങിപ്പുറപ്പെട്ടത്. സംഘടനാപരമായി ചില പ്രയാസങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടനകളിൽ ഉണ്ട് എന്ന ആ ഒരു സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നായിരുന്നു ആ വെല്ലുവിളിക്ക് പിന്നിൽ അദ്ദേഹത്തിനുള്ള പ്രചോദനം എന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്നാൽ അതേ പട്ടിക്കാട് തന്നെ സ്റ്റേജൊരുക്കുകയും ആ സ്റ്റേജിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ആ വെല്ലുവിളിയെ ഔദ്യോഗികമായി തന്നെ ഏറ്റെടുക്കുകയും ഏത് വിഷയത്തിലും ആ സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് സമസ്തയുടെ ആളുകൾക്കിടയിൽ കുറച്ചൊന്നുമല്ല പ്രയാസമുണ്ടാക്കിയത് എന്ന് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അതേ പട്ടിക്കാട് വെച്ച് ഒരു ബദൽ പ്രോഗ്രാം എന്ന പേരിൽ അവർ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും എന്നാൽ ആദ്യം വെല്ലുവിളിച്ച ഹമീദ് ഫൈസിയെ ആ രംഗത്ത് നമ്മൾ കണ്ടില്ല. പകരം വേറെ ചില ആളുകൾ അവിടെ വരികയും എന്നിട്ട് എന്തെല്ലാമോ ന്യായങ്ങൾ പറഞ്ഞ് തൽക്കാലം ആ സംവാദ വെല്ലുവിളിയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമങ്ങൾ അവർ നിർവഹിക്കുകയും ചെയ്തത് ആളുകൾ മനസ്സിലാക്കി. ആ ഒരു ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയാണ് അവർ സംഘടിപ്പിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അത് തങ്ങളുടെ ജാള്യത വർദ്ധിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് ഇന്ന് മഗ്‌രിബിന് ശേഷം അതേ പ്രദേശത്തു തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പടിവാതിൽക്കൽ ചെന്ന് ഒന്നുകൂടെ ഒരു വിശദീകരണം നടത്താൻ മുജാഹിദുകൾ തീരുമാനിക്കുകയും അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തെങ്കിലും ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സമസ്തക്കാരായ ആളുകൾ ആ പ്രോഗ്രാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് അവസാന സമയത്ത് ഉണ്ടായത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ അവിടെ വെപ്രാളം വർദ്ധിക്കുകയും എന്നിട്ട് അവർ പിന്നിൽ നിന്നുകൊണ്ട് വേറെ ചില ആളുകളെ മുന്നിലേക്ക് ഇറക്കി അവരെ ഉപയോഗപ്പെടുത്തി ആ പ്രോഗ്രാമെങ്ങാനും ഇല്ലാതാക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ശ്രമിക്കുകയും അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കുകയും അവസാനം ആ പ്രോഗ്രാം അവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന തലത്തിലേക്ക് അവർ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ നിലയ്ക്ക് സമൂഹത്തോട്
ഇതിന് യാഥാർത്ഥ്യമെന്ന് വിളിച്ചു പറയേണ്ടതുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിശദീകരണം നാം സംഘടിപ്പിക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വസ്തുത എന്നുള്ളത് ഏതാനും സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി വെല്ലുവിളി നിർവഹിക്കുന്നത്. എന്നാൽ ഇപ്പോഴുള്ള വിശദീകരണങ്ങൾ കേട്ടാൽ മുജാഹിദുകൾ അങ്ങോട്ട് വെല്ലുവിളിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പോൾ ചില വിശദീകരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് പോലും കേൾക്കാൻ സാധിക്കുന്നത്. ആരാണ് വെല്ലുവിളിച്ചത് എന്ന യാഥാർത്ഥ്യം പോലും മറന്നുകൊണ്ട് ആണ് അവർ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നർത്ഥം. അത്രയേറെ വെപ്രാളങ്ങളും പ്രയാസങ്ങളും അവർക്കിടയിൽ തന്നെ ആ രംഗത്തുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും അങ്ങോട്ട് പോയി വെല്ലുവിളിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേസമയം ഇങ്ങോട്ട് വരുന്ന വെല്ലുവിളികളെ തട്ടിക്കളയാറുമില്ല. അത് നടക്കേണ്ടതാണെങ്കിൽ കൃത്യമായി ഏറ്റെടുക്കുകയും അത് ആണത്തത്തോടു കൂടി നടത്തുകയും ചെയ്ത പാരമ്പര്യമേ മുജാഹിദ് പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ച ആദ്യകാലങ്ങൾ മുതൽ തന്നെ ധാരാളം വാദപ്രതിവാദങ്ങൾ ആ രംഗത്ത് നടന്നുവല്ലോ. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനെന്ന പേരിൽ ഇറക്കുമതി ചെയ്ത പ്രത്യേകമായ ആളുകളുമായി പോലും വാദപ്രതിവാദങ്ങൾ നടത്തിയവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ നേതാക്കളും പണ്ഡിതന്മാരും എന്നുള്ളത് ഈ സമയത്ത് വിസ്മരിക്കാൻ നിവൃത്തിയില്ല. കെ ഉമർ മൗലവിയെ പോലുള്ള, എടവണ്ണ അലവി മൗലവിയെ പോലെയുള്ള, MCC സഹോദരന്മാരെ പോലുള്ള ആളുകളൊക്കെ ആ രംഗത്ത് പ്രത്യേകമായി എടുത്തു പറയേണ്ടവർ തന്നെയാണ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ തറാവിഹി വിഷയവും സുബഹിയിലെ ഖുനൂത്തും അതുപോലെ പ്രാർത്ഥന തൗഹീദ് അടക്കമുള്ള വിഷയങ്ങളുമൊക്കെ എത്രയെത്ര വാദപ്രതിവാദങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പൂനൂർ സംവാദവും താനാളൂർ സംവാദവും പുളിക്കൽ സംവാദവും അവസാനം കൊട്ടപ്പുറം സംവാദം വരെയുള്ള ആ ഒരു ശൃംഖല ആ രംഗത്ത് പ്രത്യേകമായി പ്രസ്താവ്യമാണല്ലോ. അതിനുശേഷം പിന്നെ ഒരു ഇടവേളയിൽ സമസ്തക്കാരായ ആളുകളെ ആ സംവാദ വേദികൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ അതിനുശേഷം സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം പിരിഞ്ഞു പോവുകയും AP വിഭാഗം എന്ന പേരിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർ പിന്നെ ആ രംഗത്ത് കുറച്ചൊക്കെ വരാൻ ശ്രമിച്ചുവെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്, തുറന്നു പറയാൻ പ്രയാസമേതുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സംവാദ വേദികൾ കേരളത്തിലുണ്ടായി. 2004 നടന്ന മണ്ണാർക്കാട് സംവാദവും അതിനുശേഷമുണ്ടായ ധാരാളം ഒരു ഡസനോളം വരുന്ന സംവാദങ്ങളും ആ രംഗത്ത് പ്രത്യേകമായ പ്രസ്താവിക്കേണ്ടതാണ്. എറണാകുളത്ത് വെച്ച് നടന്ന കുന്നത്തേരി സംവാദവും കോട്ടക്കൽ സംവാദവും അതേപോലെ ഇടമുട്ടത്തും വസങ്കടിലും വെച്ച് നടന്ന പേരോട് മുസ്ലിം അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത വാദപ്രതിവാദവുമൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന അധ്യായങ്ങൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വെല്ലുവിളിച്ച അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയോ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകളെയോ ആ രംഗത്ത് അധികമൊന്നും കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പണ്ട് നാട്ടിക മൂസ മുസ്ലിയാർ ഉണ്ടായ കാലത്ത് അദ്ദേഹം പല വേദികളിലും വെല്ലുവിളിക്കുമായിരുന്നു. പക്ഷേ ഏറ്റെടുക്കാൻ ചെന്നാൽ അദ്ദേഹത്തെ കിട്ടാറില്ലായിരുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കുകയും അവിടെയൊക്കെ വെല്ലുവിളിക്കൽ അദ്ദേഹത്തിന് പതിവായിരുന്നു. അദ്ദേഹത്തെ ശൈലിയും ആ നിലയ്ക്കായിരുന്നു. മുലപ്പാല് കുടിച്ച ആൺകുട്ടികളുണ്ടോ, ഉമ്മാക്കി പറഞ്ഞ ആൺകുട്ടികളുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്ഥിരമായി വെല്ലുവിളിച്ചിരുന്നത്. എന്നാൽ തയ്യാറാണ് ആൺകുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആ വഴിക്ക് പിന്നെ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം വെല്ലുവിളിച്ചു പോയി എന്നല്ലാതെ ഒരു സ്ഥലത്തെങ്കിലും നാട്ടിക മൂസ മുസ്ലിയാർ ഒരു സംഭവത്തിന് വന്ന ചരിത്രമുണ്ടായിട്ടില്ല. അതേ താവഴിയാണ് ഇപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അനുവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങളുടെ അനുയായികൾ മാത്രമുള്ള, മുസ്ലിയാക്കന്മാർ മാത്രമുള്ള വേദിയിൽ വെച്ച് ആവേശത്തോടെ വെല്ലുവിളിക്കുകയും എന്നാൽ റെഡി, ഇതാ ഞങ്ങൾ തയ്യാറാണ് എന്ന് മറുപടി കൊടുക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ കാണാത്ത, അതിന് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും അവസാനം അദ്ദേഹം തന്നെയും ചില വിശദീകരണങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ രംഗത്ത് വന്നപ്പോഴും കൃത്യമായി ഏതൊരാൾക്കും ബോധ്യമാകും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളാണ് ആ സംസാരത്തിന് പോലും അദ്ദേഹം നടത്തിയത്. ഇൻഷാ അല്ലാഹ് ഞാനിത് കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ഞങ്ങൾക്ക് ഇനിയും ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹത്തിന്റെ ആ വെല്ലുവിളി അദ്ദേഹം മറക്കാൻ പാടില്ല എന്നാണ്. മുജാഹിദുകളല്ല അങ്ങോട്ട് വെല്ലുവിളിച്ചത്, നേരെ മറിച്ച് അദ്ദേഹമാണ്
ഇങ്ങോട്ട് വെല്ലുവിളിച്ചത്. വെല്ലുവിളിക്കുക മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇനി ഒരിക്കലും ഒരു സംവാദം നടത്താൻ സാധ്യമല്ല എന്നും, സാധിക്കുമെങ്കിൽ പറയട്ടെ, ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് അന്ന് വെല്ലുവിളിച്ചത്. അത് ഹമീദ് ഫൈസിയോ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ രക്ഷപ്പെടുത്താനും ശ്രമിക്കുന്ന അനുയായികളോ മറക്കാൻ പാടില്ല എന്നതുകൊണ്ട് അദ്ദേഹം അന്ന് വെല്ലുവിളിച്ച ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വെല്ലുവിളി അത് ഇനിയും തുറന്ന് കേൾക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ ആളുകൾ പോലും അത് മറന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ആ ഭാഗം സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നു, ഇനി കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തിലെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പറയുകയാണ്. കഴിയുമെങ്കിൽ പറയട്ടെ. കണ്ടോ, ആധികാരികമായി പറയുകയാണ്, കഴിയുമെങ്കിൽ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അവിടെ എന്താധികാരികം, എന്താധികാരികം? ആ വെല്ലുവിളിച്ച ആവേശമൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തെ തന്നെ കാണുന്നില്ല. വ്യത്യസ്ത വഴികളിൽ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നല്ലാതെ ആ വെല്ലുവിളിച്ച ആ ഒരു ആവേശമൊന്നും ഇപ്പോൾ കാണുന്നില്ല. സ്വന്തം അനുയായികളെ, മുസ്ലിയാക്കന്മാരെ മുന്നിൽ കണ്ടപ്പോൾ അവിടെ ആവേശം കൊള്ളിച്ച് തക്ബീർ ചൊല്ലിക്കാൻ വേണ്ടിയുള്ള ഒരു വെല്ലുവിളി എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് ആ രംഗത്ത് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് അന്നേ അറിയാം. ഇന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അതേ പട്ടിക്കാട് ചെന്ന് ജാമ്യ നൂരിയയുടെ കവാടത്തിന് മുമ്പിൽ തന്നെ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ആ ജാമ്യ നൂരിയയിലേക്ക് പൂർണ്ണമായും കേൾക്കാവുന്ന വിധം സൗണ്ട് സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് അവിടെ വെച്ച് ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തത്. മറ്റെവിടെങ്കിലും പോയി ഇനി വെല്ലുവിളി ഏറ്റെടുത്തത് പറയേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി അവിടെ വെച്ച് തന്നെ അത് പ്രഖ്യാപിക്കുകയും അന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. ഹമീദ് ഫൈസിയും ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാകാം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ബൈലക്സ് സംവിധാനം വഴി, ഓൺലൈൻ സംവിധാനം വഴിയെങ്കിലും അദ്ദേഹം കേൾക്കുന്നുണ്ടാകാമെന്ന് ഞങ്ങൾ പ്രത്യേകമായി പറയുകയും ചെയ്തുകൊണ്ടാണ് അന്ന് ആ വെല്ലുവിളി ഏറ്റെടുത്തത്. ആ ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വെല്ലുവിളി എന്താ? മുജാഹിദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു, പാപ്പരായി, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂല. ഹമീദ് ഫൈസി മറക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട്. ഈ കാലം വരെ സംവാദം തന്നിട്ട് ഹമീദ് ഫൈസിനെ കണ്ടിട്ടില്ല. എവിടെ മൂപ്പര് വന്നിട്ടില്ല. മൂപ്പര് തയ്യാറാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. 3 അക്ഷരം ഉണ്ടാവില്ല എന്നുള്ളൂ. കേന്ദ്രം എന്നുള്ള 3 അക്ഷരം ഉണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് ധൈര്യമായി വെല്ലുവിളിക്കുക. ആളില്ലാത്ത പോസ്റ്റേക്ക് എത്രയും ഗോൾ അടിക്കാനും അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദർശ രംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കൽ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഏത് വിഷയമായിക്കോട്ടെ, തീവ്രവാദോ ഭീകരവാദോ ISO ഖബർ ജാരം പൊളിക്കലോ അടക്കമുള്ള ഏതുമായിക്കോട്ടെ. ഹമീദ് ഫൈസി തയ്യാറാണോ? ഞങ്ങൾ റെഡിയാ. ഇതാ പറയുന്നു, കഴിയുമെങ്കിൽ പറയട്ടെ എന്ന ഈ വെല്ലുവിളി തന്റെ മുന്നിൽ കൂടിയ ആയിരങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ മാത്രമായിരുന്നുവെന്ന ഞങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഹമീദ് ഫൈസി വരട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അയാൾ വരൂല. നിങ്ങൾ വലിച്ചോടുന്നാലും വരൂല. ഹമീദ് ഫൈസി വരൂല. മൂപ്പര് പറയുന്ന വിഷയം ഏതായിക്കോട്ടെ, കുഴപ്പമില്ല. തൗഹീദ് വേണോ? ഒരു പ്രശ്നമില്ല. പ്രാർത്ഥന എന്ന വിഷയത്തിൽ സംവാദം വേണോ? ജിന്ന് മലക്ക് വിഷയത്തിൽ സംവാദം വേണോ? ഒരു പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി വെച്ച ഏത് പുസ്തകവും ഞങ്ങൾ തള്ളേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം അംഗീകരിക്കും. 90 കാലഘട്ടങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി പറഞ്ഞ ആദർശത്തിൽ ഏതു വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാൻ, സംവദിക്കാൻ ഒരു പ്രശ്നവുമില്ല. അത് പൂർണ്ണമായും ഒരുക്കമാണ് എന്ന് വളരെ കൃത്യമായി അന്ന് അവിടെ പ്രഖ്യാപിച്ചു. അത് യഥാർത്ഥത്തിൽ വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് AP വിഭാഗം സുന്നികൾ പോലും ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പിന്നാലെ കൂടിയിട്ട് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ആ പറഞ്ഞ വെല്ലുവിളി ആത്മാർത്ഥമാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് പ്രതികരണം വന്നിരിക്കുന്നു, തുടർന്ന് തിരിച്ചുള്ള പ്രതികരണം നിങ്ങൾ നൽകണമെന്ന് അദ്ദേഹത്തോട് ഗുണകാംക്ഷയോടെയും അല്ലാതെയും അവരും പോലും പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹമീദ് ഫൈസിക്കും തോന്നി വേണ്ടില്ലായിരുന്നു, കഴിയാത്ത പണിക്ക് പോകേണ്ടില്ലായിരുന്നു എന്ന് മൂപ്പർക്കും തോന്നി. കാരണം മൂപ്പർക്ക് ജീവിതത്തിൽ അങ്ങനെ സംവാദം നടത്തി പരിചയമൊന്നുമില്ല. അവനവന്റെ ആളുകളെ മുമ്പിൽ സ്റ്റേജിൽ കയറിയിട്ട്
അവിടുന്ന് തക്ബീറും ചൊല്ലിച്ച് പ്രസംഗിച്ചു പോരുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഒരു സംവാദം നടത്തി ഹമീദ് ഫൈസിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിക മുസ്ലിംകാർ പഠിപ്പിച്ചു കൊടുത്തൊരു കുതന്ത്രമുണ്ട്. ആ കുതന്ത്രം ഏറ്റെടുത്ത് അത് അതേപടി തുറന്നു പോകാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. വെല്ലുവിളിച്ചു പോവുക, പിന്നെ വഴിക്കില്ല. ആ പണിയാണ് ഹമീദ് ഫൈസി പട്ടിക്കാടും നടത്താൻ ശ്രമിച്ചത്. പക്ഷെ മുജാഹിദുകൾ എന്ന് മാത്രമല്ല, ആദർശത്തെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവനും അദ്ദേഹത്തിന് പിന്നാലെ കൂടുകയും വ്യാപകമായി അവരുടെ ക്ലാസ് റൂമുകളിൽ, അവരുടെ മറ്റു ചർച്ചാവേദികളിൽ, സോഷ്യൽ മീഡിയകളിൽ, അതേപോലെ സ്റ്റേജുകളിൽ, പേജുകളിൽ എല്ലാം അത് വ്യാപകമായി ചർച്ചയാവുകയും ചെയ്തപ്പോ ഇനി എന്തെങ്കിലും പറയണമല്ലോ എന്ന നിലയ്ക്ക് ചില ആളുകളൊക്കെ രംഗത്തിറങ്ങാൻ തുടങ്ങി. വ്യത്യസ്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി. ആദ്യം പറഞ്ഞ ന്യായമല്ല പിന്നെ പറഞ്ഞത്, അതല്ല പിന്നെ പറയുന്നത്. ഓരോ ദിവസം ന്യായങ്ങളെ മാറി 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 വരിക. ഇപ്പൊ അവസാനം മൂപ്പര് പറയാ, നിങ്ങളെ വെല്ലുവിളിച്ചിട്ടില്ല, ഞങ്ങൾ വെല്ലുവിളിച്ചത് KNM-നെയാണ്. പക്ഷെ ആ വെല്ലുവിളി കേട്ട ഏതൊരാൾക്കും അറിയാം, മൂപ്പര് വെല്ലുവിളിച്ചറിയാ മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തത്തിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തത്തിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇനി സുന്നികളുമായി ഒരു സംവാദം നടത്താൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം ആധികാരികമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചത്. അല്ലാതെ KNM-നെ അല്ല വെല്ലുവിളിച്ചത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, KNM എന്ന 3 അക്ഷരമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ധൈര്യമായി വെല്ലുവിളിക്കാം. കാരണം ഞങ്ങൾക്കറിയാം അവര് വരൂല എന്നുള്ളത്. ജിന്നും ശൈത്താനും സിഹറും അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പറഞ്ഞു വന്ന ആദർശ നയ നിലപാടുകളിൽ നിന്ന് 2002 വഴിമാറിപ്പോയ ആളുകളുമായി കൂട്ടുകൂടുകയും അവരെ ഒന്നിച്ച് സംഘടന ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഞങ്ങളൊക്കെ പറഞ്ഞതാണ് എന്നല്ല, KNM-ൽ തന്നെയുള്ള ആദർശബോധമുള്ള ദീനിഷ്ഠയുള്ള എന്ന സംഘടനയ്ക്ക് വേണ്ടി മാത്രം അവിടെ കൂടിയ ആളുകളും പറഞ്ഞതാണ്, ഈ നിലയ്ക്ക് നയം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി എങ്ങനെയാണ് സംഭവിക്കാൻ കഴിയാന്ന് അവരുടെ ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് അത്തരം സഹോദരന്മാരോടും സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെ സംഘടനാ പക്ഷപാതിത്വം തലക്കേറി സംഘടനയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, ഇത്ര പച്ചയായി നടുറോട്ടിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ കുതിര കയറാനും തേജോവധം ചെയ്യാനും സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ശ്രമിക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഏറ്റെടുക്കാൻ KNM എന്ന ഒരു സംവിധാനത്തിന് ലേബലിൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കണേ എന്നാണ് അത്തരം ആളുകളോട് സ്നേഹബുദ്ധിയ സൂചിപ്പിക്കാൻ. മറ്റൊന്നുമല്ല, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് ആ സംഘടനാ സംവിധാനത്തെ തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിക്കുകയും അറിഞ്ഞോ അറിയാതെയോ ബാക്കി ചില ആളുകൾ അതിന് കൂടെ കൂടി കൊടുക്കുകയും ചെയ്തു എന്നതാണ് ആ രംഗത്ത് അവർ അനുഭവിക്കുന്ന പ്രശ്നം. കാരണം 100 കൊല്ലം പഠിപ്പിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ, അള്ളാഹു മാത്രമേ മനുഷ്യജീവിതത്തിൽ ഇടപെടുകയുള്ളൂ എന്നാണ്. അത് 100 കൊല്ലം ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തെ പഠിപ്പിച്ചു. ഒരുപാട് ആയത്തുകളും ധാരാളം ഹദീസുകളും മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് കാരണങ്ങൾക്കതീതമായി അഭൗതികമായ മാർഗത്തിൽ അദൃശ്യമായ വഴിയിൽ മറഞ്ഞ വഴിയിൽ അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടിയും മനുഷ്യജീവിതത്തിൽ ഇടപെടുകയില്ല എന്നാണ്. കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലും ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലും നമുക്ക് ആ സന്ദേശം കൃത്യമായി രേഖപ്പെടുത്തി കാണാൻ കഴിയും. AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിൽ 8-9 പേജുകളിൽ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. KM മൗലവിയുടെ അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിന്റെ 5-6-7 പേജുകളിൽ ആ ആദർശം കൃത്യമായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തൗഹീദ് പഠിപ്പിക്കാൻ രചിക്കപ്പെട്ട ഏതൊക്കെ രചനകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് മുൻകാല പണ്ഡിതന്മാരുണ്ടോ അവിടെയെല്ലാം ആ നയം അവർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ കോഴിക്കോട് അടിഞ്ഞെടുത്ത് വെച്ച് സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ പോലും അതിന് 5-ാമത്തെ പേജിൽ എഴുതി പഠിപ്പിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി മനുഷ്യജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി ലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു എന്നാണ് പഠിപ്പിച്ചു വെച്ചത്. എന്നാൽ അതിൽ നിന്ന് വഴിമാറിപ്പോയവരായിരുന്നു 2002 മടവൂർ വിഭാഗം സുഹൃത്തുക്കൾ. 2016 ആ മടവൂർ വിഭാഗത്തെ സംഘടനയിലേക്ക് കൊണ്ടുവരികയും അവരുടെ ആദർശത്തെ സംഘടനയുടെ ആദർശമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത വളരെ പ്രയാസകരമായ വേദനാജനകമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും സമസ്തക്കാർ ചോദിക്കാൻ തുടങ്ങി,
നിങ്ങളല്ലേ പണ്ട് പറഞ്ഞു അദൃശ്യമായ മാർഗത്തിൽ അള്ളാഹു മാത്രമേ ഇടപെടുകയുള്ളൂവെന്ന്. അന്ന് മടവൂർ വിഭാഗം പറഞ്ഞു ജിന്നും മലക്കുമെല്ലാം അദൃശ്യമാണ്, അഭൗതികമാണ്. അതുകൊണ്ട് ജിന്നിന്റെയും മലക്കിന്റെയും പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ മനുഷ്യജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്ത് വിശ്വാസികളെ സഹായിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ലെന്നും അത് ആലങ്കാരിക പ്രയോഗമാണ് എന്നും വരെ പഠിപ്പിച്ചവരായിരുന്നു മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സിഹർ ചർച്ചയ്ക്ക് വന്നത്. സിഹർ യാഥാർത്ഥ്യമുണ്ടാകണമെങ്കിൽ സിഹറിൽ പിശാച് ഇടപെടണമെന്നും അതുകൊണ്ട് പിശാച് ഇടപെട്ടാൽ അദൃശ്യമായ മാർഗത്തിൽ അല്ലാഹു അല്ലാത്തവർ ഇടപെടുമെന്ന് വിശ്വസിക്കലാണ് എന്നും അത് ശിർക്കാണ് എന്നും അതുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി മാറുമെന്നും വരെയുള്ള വിജയനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ലാത്ത പുത്തൻ വാദവുമായി വന്നവരായിരുന്നു മടവൂർ വിഭാഗം. അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഹറുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഖുർആന്റെ ആയത്തോതിക്കൊണ്ടും റബ്ബിന്റെ വഹയിലൂടെയുമൊക്കെ ആ നബിതങ്ങളാണ് സിഹറുമായി ബന്ധപ്പെട്ട അതിന്റെ വസ്തുത ഈ സമൂഹത്തെ ആദ്യമായി ബോധ്യപ്പെടുത്തിയവർ ഈ ഉമ്മത്തിൽ. അതിനുശേഷം സ്വഹാബിമാർ ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ സിഹറുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള ഹദീസുകളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. താബിഉകൾ, തബിഉ താബിഉകൾ, അതേപോലെ ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അഹ്മദും ഇമാം മാലിക്കും അടക്കമുള്ള ഇമാമുമാരെല്ലാം തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകളെ ഉദ്ധരിക്കുകയും അതിന്റെ സ്വാധീനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് അവർ ആ ഹദീസിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അഹ്ലുസുന്നയുടെ ഇമാമുമാർക്കിടയിൽ അറിയപ്പെട്ടിടത്തോളം കാര്യമായ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാതെ അഹ്ലുസുന്ന ഐക്യകണ്ഠേന സ്വീകരിച്ചു പോന്ന നയമാണ് സിഹറിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഏറി വന്നാൽ എണ്ണാവുന്ന 2, 3, 4 പണ്ഡിതന്മാർക്ക് ആ സിഹറിന്റെ സ്വാധീനങ്ങളുടെ വിഷയങ്ങളിൽ ചില വേറിട്ട കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ബാക്കി അഹ്ലുസുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഐക്യകണ്ഠേന പഠിപ്പിച്ച ഒന്നാണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്നും അതിൽ പിശാചിന്റെ ഇടപെടൽ ഉണ്ട് എന്നുമുള്ള വസ്തുത. എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനവും ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചു പോകുന്നത്? അങ്ങനെ തന്നെയാണല്ലോ. KM മൗലവിയുടെ ഫത്വകളിൽ അക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഫലഖിലെ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലുമെല്ലാം അമാനി മൗലവി റഹിമഹുല്ലാഹ് കൃത്യമായി അത് പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ അദ്ദേഹം അക്കാര്യം വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. KNM മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M ഉസ്മാൻ സാഹിബിന്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി സിഹറുമായി ബന്ധപ്പെട്ട് പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മാറി അഹ്ലുസുന്നയുടെ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ലാത്ത വാദം മടവൂർ വിഭാഗം കൊണ്ടുവരികയും ആ വാദം സ്വീകരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലകപ്പെട്ടുവെന്ന് അവർ വാദിക്കുകയും ചെയ്തു. അന്ന് അവർക്കെതിരെ പ്രവർത്തിച്ചവരായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട്. എന്നാൽ 2012 ശേഷം മുജാഹിദ് സംഘടനയെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്യുകയും ആ സംഘടനയെ മെല്ലെ മെല്ലെ മടവൂർ പക്ഷത്തെ കൊണ്ടുപോകാനായി ശ്രമിക്കുകയും എതിർ നിന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരും പ്രവർത്തകന്മാരും ആരെല്ലാമാണെന്ന് തെരഞ്ഞുപിടിച്ച് അവരെയെല്ലാം സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയും അങ്ങനെ 4 കൊല്ലം കൊണ്ട് ആ ഒരു അർത്ഥത്തിൽ സംഘടന കയ്യിലാക്കുകയും 2012 ആരംഭിച്ച് 16 ആ സംഘടനയെ പൂർണ്ണമായും മടവൂർ ആലയത്തിലേക്ക് കൊണ്ടുപോയി കെട്ടുകയും ചെയ്താണ് നമ്മളിപ്പോ കണ്ടത്. അവിടെയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് വീണ്ടും ഇറങ്ങിയത്. നിങ്ങൾക്ക് എങ്ങനെ ഐക്യപ്പെടാൻ കഴിയും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്താ കാരണം? ഒരു കൂട്ടർ പറഞ്ഞു ഇത് ശിർക്കാണെന്ന്, മറ്റൊരു കൂട്ടർ പറഞ്ഞു ഇത് ശിർക്കല്ലെന്ന് പറഞ്ഞു. എങ്കിൽ ശിർക്കും തൗഹീദും എങ്ങനെ ഐക്യപ്പെടുമെന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത അത്തരം സംഘടനയുടെ പക്ഷപാതത്തിൽ അകപ്പെട്ടു പോയ ആളുകൾക്കും ഉണ്ട് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഏതാനും വ്യക്തികൾ സംഘടനയെ ഹൈജാക്ക് ചെയ്യുകയും ലെറ്റർ പേഡും സീലും അഡ്രസ്സും കൈവശപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ നയമുണ്ടാക്കി മടവൂർ പക്ഷത്തേക്ക് അതിനെ കൊണ്ടുപോയി എന്ന ഒറ്റക്കാലത്താൽ ഇനി എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ അനാചാരങ്ങളും ഇവിടെ ഇനിയും പ്രചരിപ്പിക്കാൻ അവസരമായി എന്ന് ഹമീദ് ഫൈസിയോ അല്ലാത്ത ഫൈസിമാരോ വിചാരിച്ചെങ്കിൽ തെറ്റുപറ്റി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് തെളിവായിരുന്നു. കഴിഞ്ഞ 4 കൊല്ലം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ലേബലിൽ നടന്ന ധാരാളം പ്രബോധന സംരംഭങ്ങൾ, വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളും ആദർശ പ്രബോധന സംരംഭങ്ങളും
എത്രയാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നത്. അൽഹംദുലില്ലാഹ്, റബ്ബെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഈ ഹമീദ് ഫൈസിയുടെ അനുയായികളാണെന്ന് പറയുന്ന ആളുകളുമായി പോലും വാദപ്രതിവാദം നടത്തിയ ചരിത്രമാണല്ലോ ഈ കൂട്ടായ്മക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് വെല്ലുവിളിയുമായി ഇറങ്ങുന്നത്. പക്ഷെ മുജാഹിദുകൾ അവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത്, അന്ന് വെല്ലുവിളിച്ചപ്പോ KNM വെല്ലുവിളിക്കുന്നു എന്ന് പറയാൻ വിട്ടുപോയി എന്ന് അദ്ദേഹം ഇപ്പോഴാലോചിക്കുന്നത്. അത് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു, അവിടെ ധൈര്യമായി വെല്ലുവിളിക്കാം, എത്രയും വിളിക്കാം, ആര് വിളിച്ചാലും പോലും വരൂല, ഉറപ്പാം. ഞങ്ങളും വെല്ലുവിളിക്കുന്നുണ്ട്. നന്ദി സംവാദം പൂർത്തിയാക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. നന്ദി സംവാദം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആളുകൾ അവരൊക്കെ ഇപ്പൊ KNM സംസ്ഥാന നേതാക്കളായി മാറി, ആളും അർത്ഥവും കൂടി എന്ന് പറയുന്നു, ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു. എങ്കിൽ ആ നന്ദി സംവാദം ഒന്ന് പൂർത്തിയാക്കാമെന്ന് ഞങ്ങൾ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചു എന്നറിയോ? അവരെ കാണുന്നില്ല. അത് ഹമീദ് ഫൈസിക്കും ധൈര്യമായി വെല്ലുവിളിക്കാം, അത് ആർക്കുമാകാം. കാരണം എന്താ, അവർ വരൂല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതേ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 100 കൊല്ലം പഠിപ്പിച്ച ആദർശം തെറ്റായിരുന്നു എന്ന് ആര് പറഞ്ഞാലും അത് നോക്കി നിൽക്കാൻ ഒരു അവസാനത്തെ മുജാഹിദുകാരനും മടിച്ചു തീർന്നിട്ടല്ലാതെ സാധ്യമല്ല. അത് അഡ്രസ് ഉണ്ടോ, നെറ്റപ്പുണ്ടോ, സീലുണ്ടോ, സംഘടനയുണ്ടോ, സെക്രട്ടറി പ്രസിഡന്റ് ആരാ എന്ന് നോക്കിയിട്ടൊന്നല്ല. നേരെ മറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച ആദർശമെന്തോ, ശരിയായ പാരമ്പര്യത്തിന്റെ ആദർശമെന്തോ, ശരിയായ അഹ്ലുസുന്നയുടെ നയമെന്തോ, ആ നയം മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റായിരുന്നുവെന്നും അതിൽ അബദ്ധം സംഭവിച്ചുവെന്നും അതുകൊണ്ട് ഇനി അവർക്ക് തൗഹീദ് പറയാൻ ഇവിടെ അവകാശമില്ലെന്നും ആര് പറഞ്ഞാലും ശരി, അവിടെ ചോദ്യം ചെയ്യാൻ മുജാഹിദ് ഉണ്ടാകുമെന്ന കാര്യം ഹമീദ് ഫൈസി ഇനിയെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തെ ഏതായാലും ഏറ്റെടുക്കാൻ കഴിയില്ലാന്ന് അദ്ദേഹത്തെ നേരത്തെ അറിയാം, നമുക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, എല്ലാ മനുഷ്യന്മാർക്കും ബോധ്യപ്പെട്ടു. മുമ്പ് മൂപ്പർക്ക് നമുക്ക് മാത്രമേ അറിയുള്ളൂ, ഇപ്പൊ അതല്ല. ഇപ്പൊ കേരള ജനതയ്ക്ക് മൊത്തം ബോധ്യമായി ഹമീദ് ഫൈസിക്ക് ഏതായാലും ഒരു സംവാദം നടത്താൻ കഴിയില്ല, വെല്ലുവിളിച്ച് രക്ഷപ്പെട്ടു പോകാനേ സാധിക്കുള്ളൂ എന്നുള്ളത്. ഏതായാലും ഇനി എവിടെയും ഈ വക വെല്ലുവിളിയുമായി വരരുത് എന്നാണ് അദ്ദേഹത്തോട് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ എന്തെല്ലാം ന്യായങ്ങൾ അറിയോ? ഒരുപാട് ന്യായങ്ങളുമായിട്ടാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ അവസാനം ഹമീദ് ഫൈസി അമ്പലക്കളവ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്. ഏറ്റവും രസം, അതിന് 4 ദിവസം മുമ്പ് SKSF ഇസ്തിഖാമ ടീമിൽ നിന്ന് ഔദ്യോഗികമായ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്തു സംവാദവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഹമീദ് ഫൈസി വെല്ലുവിളിച്ചു, താങ്കൾ ഏറ്റെടുത്തു, അത് തയ്യാറല്ലേ, ഉറപ്പല്ലേ? നമ്മൾ എന്താ സംശയം, ഉറപ്പാണല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹമീദ് ഫൈസിയുടെ ഉമ്മ മരിച്ചു, അദ്ദേഹം ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു, ശരി, 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി, 2 ആഴ്ച കഴിഞ്ഞോട്ടെ, വിഷമൊക്കെ മാറിക്കോട്ടെ, എന്നിട്ട് മതി. അന്ന് പോലും അവർക്കില്ലാത്ത ന്യായമായിട്ടാണ് പിന്നെ ഇപ്പൊ ആലോചിച്ചുണ്ടാക്കിയിട്ട് ഹമീദ് ഫൈസി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തിനാ പിന്നെ അന്ന് ആ ഫോൺ വിളി, എന്തിനായിരുന്നത്? അവസാനം ആ മുസ്ലിയാരോട് ഞാൻ പറഞ്ഞു, മുസ്ലിയാരെ, ഹമീദ് ഫൈസിക്ക് ധൈര്യമില്ലാതെ താങ്കൾക്കും അറിയാം, ഹമീദ് ഫൈസിക്കും അറിയാം, എനിക്കും അറിയാം, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് ഇനി പോകരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വെച്ചത്. അവരുടെ ക്ലിപ്പ് ഉണ്ടാകും, ധൈര്യം ഉണ്ടെങ്കിൽ ഇടട്ടെ, ക്ലിപ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടി വിളിച്ചാൽ എനിക്കറിയാം, പക്ഷെ ഇടാൻ എനിക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനുശേഷമാണ് വ്യത്യസ്ത വഴി വിളി വന്നു. ഇന്നും വിളിച്ചു 1-2 മനുഷ്യന്മാർ SKSFന്റെ ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ. ഏതെങ്കിലും നിലയ്ക്ക് ക്ലിപ്പിട്ടോ പല വഴിക്കും നോക്കി, പക്ഷെ കിട്ടിയ ക്ലിപ്പൊന്നും പുറത്തേക്ക് ഇടാൻ പറ്റിയതല്ല. അപ്പോഴാ പിന്നെ അവസാനം അദ്ദേഹം തന്നെ സ്വന്തമായി റൂമിൽ വാതിലടച്ചിരുന്നിട്ട് വാട്സപ്പിലേക്ക് പ്രസംഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അത് കൊടുത്തത് ഒരു ന്യായം പറഞ്ഞുകൊണ്ട്. എന്താണെന്നറിയോ? കേട്ടോളൂ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ ന്യായം. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, മുജാഹിദിന്റെ പേരിൽ വിശ്രം എന്ന മറ്റും പേരിലുള്ള ചില ആളുകൾ വെല്ലുവിളികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവരേതാണ് സംഘടന? അവർ മുജാഹിദ് സംഘടനയാണോ? എങ്കിൽ അവർ മുജാഹിദ് സംഘടന അവരുടെ ഭാരവാഹികൾ ആരാണെന്ന് വ്യക്തമാക്കട്ടെ. അവരുടെ പ്രസിദ്ധീകരണം ഉണ്ടെന്ന് കേൾക്കുന്ന ഒരു ലക്കം പോലും കണ്ടിട്ടില്ല. അവരുടെ ഭാരവാഹികൾ ആരാണെന്ന് അറിഞ്ഞ ശേഷം അത്തരം വെല്ലുവിളികളും അന്തസ്സായി ഇൻഷാ അല്ലാഹ് നാം ഏറ്റെടുക്കുന്നതാണ്. പക്ഷെ ആരാണിത്, ഏത് ഭാരവാഹിയാണ്, ഏത് മുജാഹിദാണെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നിലവിൽ അറിയപ്പെട്ട മുജാഹിദ് വിഭാഗം KNM. KNM തൗഹീദിന്റെ വിഷയത്തിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. അവർക്കിത് പ്രബോധനം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഒന്നുകൂടി പ്രകടമായിരിക്കുകയാണ്. അവരെയാണ് ഞങ്ങൾ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുന്നു. മറിച്ചൊരു മുജാഹിദ് പ്രസ്ഥാനമുണ്ടെങ്കിൽ പേര് വെച്ച്, അഡ്രസ് വെച്ച് അവർ രംഗത്ത് വരട്ടെ എന്നാവശ്യപ്പെടുകയാണ്.
കണ്ടോ, ഇപ്പൊ മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല. ഈ അസുഖത്തിന് അൾഷിമേഴ്സ് എന്ന് പറയാ, കഴിഞ്ഞതൊക്കെ മറന്നു പോകുക, ഒന്നും ഓർമ്മഞ്ഞതാകുക. 4 കൊല്ലം നടന്ന വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും മറുപടി പ്രസംഗങ്ങളും അതൊന്നും മൂപ്പർക്ക് ഓർമ്മയില്ല. ഞാൻ അതൊക്കെ പോട്ടെ, 2 ദിവസം മുമ്പ് പട്ടിക്കാട് മറുപടി വെച്ചല്ലോ, അത് ഏത് മുജാഹിദിനായിരുന്നു, അതെങ്കിലും ഓർത്താ പോലെ. 2 ദിവസം മുമ്പ് പട്ടിക്കാട് കൊണ്ട് മറുപടി വെച്ചതായിരിക്കാം, അതുപോലും മറന്നുകൊണ്ടാണ് ഇത് ഏതാ മുജാഹിദ്, ആരാ ടീം, അഡ്രസ് ഏതാ, ഭാരവാഹി ആരാ, മൂപ്പയ്ക്ക് അന്ന് ഓർമ്മയില്ല. ഒക്കെ ഇൻഷാല്ലാ മൂപ്പയ്ക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്കറിയാം. അതൊന്നുമല്ല മൂപ്പര അസുഖം വേറെയാണ്. അവിടെ അതിന് അഡ്രസ്സ് പറഞ്ഞെടുത്താലും ഭാരവാഹികളെ പറഞ്ഞെടുത്താലും അത് മാറാൻ പോണില്ല. നമ്മൾ പണ്ട് പറയാലോ, കുഞ്ഞാപ്പിണി തല്ലിട്ടേ പോലെ അത് എത്രയും കിട്ടിയെന്ന് സമ്മതിക്കൂല. അപ്പൊ അവിടുന്ന് കിട്ടിയ അത് അവിടുന്നല്ലേ എന്നറിയും, അപ്പൊ ഇവിടുന്ന് കിട്ടിയ അത് ഇവിടുന്നല്ലേ, അന്ന് പാടത്തുനിന്ന് വെച്ചത് അത് പാടത്തുനിന്നല്ലേ എന്ന് കിട്ടി സമ്മതിച്ചെങ്കിലേ എന്ന് പറഞ്ഞ പോലെയാണ്. മൂപ്പക്ക് സമ്മതിച്ചാൽ കുടുങ്ങുമല്ലോ. അഡ്രസ് ഉണ്ട്, സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ തയ്യാറാകണല്ലോ. അത് രക്ഷപ്പെടാൻ വേണ്ടി എടുത്തൊരു പണി എന്ന് മാത്രമേ മലയാളികൾ മുഴുക്കയും അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഈ ന്യായമെന്ത് അതില്ലാതിരുന്നു. വെല്ലുവിളിച്ചപ്പോൾ ഈ വക ന്യായമൊന്നുമില്ല. മറുപടി സംഘടിപ്പിച്ചപ്പോഴോ അപ്പോഴും ഈ ന്യായമില്ല. സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ അനുയായികൾ പല രൂപത്തിൽ ഇതിനെ പ്രതികരണം പറഞ്ഞപ്പോൾ അന്നൊന്നും ഈ ന്യായമില്ല. എന്തിനേറെ അവിടെ തന്നെ പ്രബോധകന്മാരിൽ പ്രഭാഷകന്മാരിൽ പ്രഗത്ഭനായ അബ്ദുൽ ജലീൽ ദാരിമി, അയാള് അവരുടെ ക്ലാസ് റൂമിൽ കയറിയിട്ട് അന്ന് ഇതിന് പ്രതികരിച്ചല്ലോ. അന്നെന്തേ പ്രതികരിച്ചത്? നിങ്ങൾ ഏതാ പാർട്ടി എന്നല്ല ചോദിച്ചത്, നിങ്ങൾ അഡ്രസ് ഏതാ എന്നല്ല ചോദിച്ചത്, ഭാരവാഹികൾ ആരാ എന്നല്ല ചോദിച്ചത്. പിന്നെയോ അയാളെന്ന് ചോദിച്ചത് ഹുസൈൻ സലഫി വരുമോതാ. ഹുസൈൻ സലഫി വരികയാണെങ്കിൽ പിന്നെ അഡ്രസ് ഒന്നും വേണ്ട. അപ്പൊ ഭാരവാഹി ആവശ്യമില്ല, അപ്പൊ അഡ്രസ് ആവശ്യമില്ല, അപ്പൊ ഓഫീസ് ആവശ്യമില്ല, പ്രസിദ്ധീകരണം കാണേണ്ട ആവശ്യമില്ല. ഏതായാലും പ്രസിദ്ധീകരണം മൂപ്പര് കേട്ടകൻ അൽഹംദുലില്ലാ, നല്ല കാര്യം. നേർപ്പത് 2 ഇറങ്ങിയപ്പോഴേക്കും മൂപ്പര് കേട്ടല്ലോ. അപ്പൊ ഏകദേശം കൊല്ലേണ്ട സ്ഥലത്ത് കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവിടെ ആളുകൾ തന്നെ മറ്റൊരുപാട് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ജലീൽ ദാരിമി ഏറ്റെടുത്തുകൊണ്ട് അതിന് ചോദിച്ചെന്താ, ഹുസൈൻ സലഫി വരികയാണെങ്കിൽ നോക്കാം. അന്നെന്തേ ഈ ന്യായമില്ലാതിരുന്നു? പറയട്ടെ, ജലീൽ ദാരിമിയുടെ ആ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയെ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഫൈസൽ മൗലവി വല്ലാതെ വാചാലനാവുന്നത് കേൾക്കുന്നു. എന്താ ഫൈസൽ മൗലവിക്ക് ഉള്ളിൽ ഒരു ഭയം? ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രസംഗിക്കുന്നവരും വഹാബി പ്രസ്ഥാനത്തിന്റെ പൊയ്മുഖങ്ങളെ തുറന്നു കാട്ടുന്നവരുമായി ധാരാളം പണ്ഡിതന്മാർ സമസ്തക്കുണ്ട്. അതിപ്പോ വേണമെങ്കിൽ എന്തുകൊണ്ട് ഫൈസൽ മൗലവി ഹമീദ് ഫൈസി തന്നെ വരണം എന്നൊരു ഷാഠ്യം പിടിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? സംവാദം നടത്താൻ ഫൈസൽ മൗലവി ഒരുക്കമുണ്ടെങ്കിൽ അതിന് ഇവിടെ ഔദ്യോഗികമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആദർശ വിങ്ങുണ്ട്. അവരതിന് എപ്പോഴും തയ്യാറാണ്. അതിന് ഈ ഭാഗത്ത് സംസാരിക്കേണ്ടത് ആരാണ് എന്നത് അവിടെ നിന്നിട്ട് ഫൈസൽ മൗലവിന്റെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഫൈസൽ മൗലവി തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. എന്തുകൊണ്ടെന്നാ ഫൈസൽ മൗലവിക്ക് സംസ്ഥാന പ്രസിഡന്റിനും സെക്രട്ടറിനും വെല്ലുവിളിക്കാറ് നിൽക്കുകയാണെങ്കിൽ അവരും സുന്നത്തി ജമാഅത്ത് നല്ലവണ്ണം പറയുന്നവരാണല്ലോ. അപ്പൊ അതൊന്നുമല്ല ഇവിടെ വിഷയം. എന്തുകൊണ്ടും ഫൈസൽ മൗലവി സംവാദം പറഞ്ഞ കൂട്ടത്തിൽ മംഗലാപുരം സംവാദം ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ, കമ്പിൽ സംവാദം പറയുന്നത് കേട്ടില്ലല്ലോ. അതങ്ങോട്ട് വല്ലാതെ കയ്പുള്ളതായിരിക്കും അല്ലേ, അതുകൊണ്ടാവും. അതുകൊണ്ട് ഫൈസൽ മൗലവിയോടും വിസ്ഡം മൗലവിമാരോടൊക്കെ പറയാനുള്ളത്, ഏത് വിഷയത്തിലും സംവാദത്തിന് ഇവിടെ ഒരുക്കമാണ്. അതിന് ഞങ്ങൾക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. അവിടെ ആര് സംസാരിക്കണം, നിങ്ങൾ ആര് നേരിടണം, അത് ഞങ്ങൾ തീരുമാനിച്ചോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് തീരുമാനിച്ച തീരുമാനം ഇങ്ങോട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് ഞങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. അതൊന്നും നടക്കണതല്ല. നിങ്ങളോട് ആര് സംസാരിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റേജിൽ ആര് സംസാരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഹമീദ് ഫൈസിയോട് സംവാദം നടത്തി, ഞാൻ ഹമീദ് ഫൈസിയോട് സംവാദം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പേരെടുക്കാനുള്ള പൂതിയുണ്ടെങ്കിൽ അതൊക്കെ അവിടെ മനസ്സിലിരുന്നോട്ടെ. ഞങ്ങൾ ഭാഗത്ത് ആരാണ് സംസാരിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളും. ഏത് വിഷയത്തിലും സംവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കം തന്നെയാണ്. അതുകൊണ്ട് ആ വക പുകമറകൾ ഉണ്ടാക്കിയിട്ട് സംവാദത്തിൽ നിന്ന് വെല്ലുവിളിച്ചു എന്ന് സാധുക്കളായ വിസ്ഡം കുട്ടികളോട് പറയുകയും ചെയ്യാം. എന്നാ സംഗതി നടക്കുകയും ചെയ്യരുത്. എന്നാ പിന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ടും പറയാലോ. ഇപ്പൊ ഫൈസൽ മൗലവി പല സംവാദം നടത്തി, കമ്പിൽ സംവാദം നടത്തിയിട്ടും മംഗലാപുരം സംവാദം നടത്തിയിട്ടും പൂതി തീർന്നിട്ട് മൂപ്പരുള്ളൂ. ഇപ്പൊ സംവാദത്തിന് മൂപ്പര് വരാറില്ല. ഈ കഴിഞ്ഞ റമദാനിക്ക് തറാവീഹിന്റെ സംവാദത്തിന് വേണ്ടിയിട്ട് ഈ ഫൈസൽ മൗലവിയെ നമ്മുടെ ബൈലക്സിലെ ARCKP നേരിട്ട് വിളിച്ചതാണ്.
അപ്പൊ ഫൈസൽ മൗലവി സംവാദത്തിനില്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് വളരെ വ്യക്തമായി എല്ലാവരും കേട്ടതാണ് അയാളുടെ വോയിസ്. എന്തേ ഒഴിഞ്ഞത്? അപ്പൊ മൂപ്പർക്ക് ആ പൂതിയൊക്കെ തീർന്നിരിക്കണ്. അപ്പൊ എന്നാ തിരിച്ചിപ്പോ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അപ്പുറത്ത് ഹുസൈൻ സലഫി, വിസ്നം മൗലവി തന്നെയല്ലേ, ഹുസൈൻ സലഫി സംവാദത്തിന് തയ്യാറാവോ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി സംവാദത്തിന് തയ്യാറാവോ എന്ന് ഞങ്ങൾക്ക് വിളിച്ചൂടെ? അപ്പൊ അതൊന്നല്ല, നിങ്ങളുടെ ഭാഗത്ത് ആരാണ് വിഷയത്തിൽ സംസാരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് ആരാണ് സംസാരിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ നേരിടാൻ അമീദ് വൈസിനൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അതിന് മാത്രം വലിപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നണ്ടേ? ഓരോരുത്തരും ഓരോരോ വകുപ്പില്ല മൗലവി. അപ്പൊ അതുകൊണ്ട് സംവാദത്തിന് വെല്ലുവിളിച്ചു എന്നതാക്കും വേണം, എന്നാലോ സംഗതി നടക്കും ചെയ്യരുത് എന്നുള്ളിടത്ത് ആ മൂപ്പര് വലിയ ഒച്ചയിൽ പറയണത്. അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. ആണത്തമുണ്ടെങ്കിൽ ഏത് വിഷയത്തിലും സംവാദം നടത്താൻ ഇവിടെ SKSSFന്റെ ആദർശ വിങ് തയ്യാറാണ്. അത് ഞങ്ങൾ ഏത് രൂപത്തിൽ സംസാരിക്കണം, ഞങ്ങൾ ആര് സംസാരിക്കണം, അത് ഞങ്ങൾ തീരുമാനിച്ചോളും. ആണത്തമുണ്ടെങ്കിൽ ഇതാണ് മൗലവി ഏറ്റെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. കണ്ടോ? അപ്പൊ അവർക്ക് അഡ്രസ് ഒന്നും പ്രശ്നമില്ല. ഹുസൈൻ സലഫി വരണം, മുജാഹിദ് ബാലുശ്ശേരി വരണം, അവരൊക്കെ വിസ്ഡം മൗലവിമാർ തന്നെയാണല്ലോ എന്ന്. അപ്പൊ അഡ്രസ് മൂപ്പർക്ക് അറിയാം, സംഘടന ഏതാണെന്നും അഡ്രസ് എന്താണെന്നും ആരൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തോണ്ടല്ല, അപ്പൊ ഹമീദ് ഫൈസിക്കും അറിയാത്തോണ്ടല്ല. എന്നിട്ടോ ഞാൻ വെല്ലുവിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല, അതും മൂപ്പര് മറന്നുപോയി. ഹമീദ് ഫൈസ് അമ്പലക്കാർ ഇങ്ങോട്ട് വെല്ലുവിളിച്ചത്, അത് ഏറ്റെടുക്കുകയാണ് മുജാഹിദുകൾ ചെയ്തത്. അത് നേരെ അങ്ങോട്ട് വെല്ലുവിളിച്ചത് പോലെയാണ് ഇപ്പാക്കി മാറ്റുന്നത്. ഇപ്പം എല്ലാം കൂടെ ആലോചിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്ലാൻ ചെയ്തിട്ടെങ്കിലും ഹമീദ് ഫൈസിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാ നോക്കുന്നത്. നടക്കില്ല. അലി തുറന്നു പറയട്ടെ, അതൊരു അബദ്ധം പറ്റിപ്പോയി, അത് അനുയായികളെ കണ്ടപ്പോൾ കബീർ ചൊല്ലിക്കാൻ വേണ്ടി ആണ് വെല്ലുവിളിച്ചു പോയി എന്ന് പറയട്ടെ. അതല്ലെങ്കിൽ ഇനി ഈ വക വെല്ലുവിളിയുമായിട്ട് ഈ നാട്ടിൽ ഇറങ്ങാൻ പാടില്ല. ഇപ്പോൾ ടീം ഏതാ, മുജാഹിദ് ഏതാ, ഏത് ഗ്രൂപ്പ് ഒന്നും അറിയാതാ. ഈ എത്ര സംവാദം ഈ കാലയളവിൽ തന്നെ ചെറുതും വലുതുമായി ഏതെല്ലാം രൂപങ്ങളിൽ മുഖാമുഖങ്ങളായിട്ടും അല്ലാതെയും സംവാദങ്ങളായിട്ടും ഒക്കെ നടന്നു. അതിൽ രണ്ട് ഉദാഹരണമാണല്ലോ കമ്പിൽ സംവാദവും മംഗലാപുരം സംവാദവും. ജലീൽ ദാരിമിയും പറഞ്ഞല്ലോ. അത് ജലീൽ ദാരിമിയും പറഞ്ഞു, മംഗലാപുരത്ത് വെച്ച് നടന്ന വാദപ്രതിവാദം ഇസ്തിഗാസ വിഷയത്തിലായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം തന്നെ. അതേപോലെ കണ്ണൂർ ജില്ലയിലെ കമ്പിൽ വെച്ച് നടന്ന വാദപ്രതിവാദം നബിദിനാഘോഷ വിഷയത്തിലായിരുന്നു. രണ്ട് സ്ഥലത്തും വന്നത് EK വിഭാഗം സുന്നികളുടെ പ്രഭാഷകന്മാരായി അറിയപ്പെടുന്ന MT ദാരിമിയും അതേപോലെ മുജീബുർ റഹ്മാൻ ഇർഫാനിയും അടക്കമുള്ള ആളുകളാണല്ലോ വന്നത്. അന്നൊന്നും ഒരു അഡ്രസ് പ്രശ്നമില്ല. ആ സംവാദത്തിന് MT ദാരിമിയെ പറഞ്ഞയക്കുമ്പോൾ ഹമീദ് ഫൈസിക്ക് അഡ്രസ് ആവശ്യമുണ്ടായിരുന്നില്ല. ആ സംവാദങ്ങളൊക്കെ നടന്നത് സുന്നി മുജാഹിദ് സംവാദം എന്ന പേരിൽ തന്നെയായിരുന്നു. കണ്ണൂർ സംവാദം സുന്നി മുജാഹിദ് സംവാദം എന്ന പേരിലാണ്. മംഗലാപുരം സംവാദം സലഫി സുന്നി ഡിബേറ്റ് എന്ന പേരിലാണ് അവരുടെ ബാനർ പോലും കിട്ടിയത്. അന്നൊന്നും പ്രശ്നമില്ലാത്തൊരു ഇപ്പൊ കുടുങ്ങിയപ്പോ ചോദിക്കുക, നിങ്ങൾ അങ്ങനെ മുജാഹിദുകൾ ഞങ്ങൾക്ക് അറിയില്ലാന്നാ, ഇതേ ഞാൻ ആർത്തപ്പത് അൽഷിമേ ശ്ലോകം ബാധിച്ചോ എന്ന് ഞങ്ങൾ ചോദിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ആ രണ്ട് സംവാദത്തിന്റെ ചെറിയൊരു കഷ്ണം കാണുന്നത് നല്ലതാ. ഇങ്ങനെയൊക്കെ നടന്നൊരു ടീം ഇവിടെ ഉണ്ട്, ആ ടീമാണ് ഈ വെല്ലുവിളിച്ചത്, ഈ വെല്ലുവിളി ഏറ്റെടുത്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ അത് നല്ലതാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. മംഗലാപുരത്ത് വെച്ച് നടന്ന വാദപ്രതിവാദത്തിന് അന്ന് ഉണ്ടായ ആ ഒരു ഭാഗം കേൾക്കുന്നത് നല്ലതാണ്. അഡ്രസ് കിട്ടാനും ഒന്ന് ഓർമ്മയാകാനും അത് നന്നു എന്നുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കുക. ലോകത്ത് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിൽ ഒരൊറ്റ ഇമാമ് പോലും പഠിപ്പിച്ച വായിച്ചേണ്ട ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചു. അത് തവസ്സുലല്ലേ കൂട്ടരെ? നിങ്ങൾക്കെന്ത് തവസ്സുല്, നിങ്ങൾക്കെന്ത് തശഫ്ഫുഅ്, നിങ്ങൾക്കെന്ത് ഇസ്തിഗാസ? തവസ്സുലും തശഫ്ഫുഉം പഠിയണോ? ഇത് വായിച്ചാൽ മതി. ശിഫാഉ സഖാം, നിങ്ങളെ ഹോജയായ സുബിക്ക് ശിഫാഉ സഖാമിന് എന്താ പറഞ്ഞത്? തവസ്സുലും തശഫ്ഫും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്വസ്ഥമായി ഇത് വായിച്ചു നോക്കുക. അതുകൊണ്ട് ചോദിക്കുന്ന ഇങ്ങോട്ട് ഒരമ്പണ മുമ്പ് ഒന്ന് ആലോചിക്കുന്നല്ല. ഏതായിരുന്നാലും ശരി, വളരെ റാഹത്തായി അൽഹംദുലില്ലാ കാര്യങ്ങളുടെ ബോധ്യമായിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താ? അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കീങ്ങൾ മുശ്രിക്കായത് ലാത്ത ഖാലിഖാന്ന് വിശ്വസിച്ചിട്ടല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതോ ഖാലിഖാന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ. അത് സ്ഥാപിതമായിട്ടില്ല, അത് നിങ്ങളുടെ വാദം മാത്രം. കണ്ടോ? വളരെ വ്യക്തമായി നടന്ന സംവാദമാണ്. അവിടെ EK വിഭാഗം സുന്നികളുടെ പ്രഭാഷകന്മാരാണല്ലോ പങ്കെടുത്തത്. അത് സലഫി സുന്നി ഡിബേറ്റ് എന്നാണ് വെച്ചത്. ആ സലഫി ആളാരോ അവരാണ് ഏറ്റെടുക്കുന്നത്. അല്ല, ഇത് ആകാശത്ത് പൊട്ടിമുളിച്ച് വന്ന ഒരു പുതിയ ഗ്രൂപ്പൊന്നുമല്ല. ഇനി അതിനുശേഷമാണല്ലോ കഴിഞ്ഞ വർഷം 2015 ഡിസംബർ മാസത്തിലാണ് കണ്ണൂർ ജില്ലയിൽ കമ്പിൽ എന്ന പ്രദേശത്ത് വെച്ചത്
നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദമുണ്ടായത്. അവിടെയും വന്നത് ഈ MT ദാരിമിയും ടീമും തന്നെയാണല്ലോ. അവരെയും പറഞ്ഞയച്ചത് ഇതേ ഹമീദ് ഫൈസിയും കൂട്ടരുമാണല്ലോ. ഈ സമസ്തയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പേരിലാണല്ലോ അന്ന് അവരവിടെ വന്നത്. ഞങ്ങൾ അവിടെ പോയതോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിലും അവിടെയും ആ ബാനർ പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, സുന്നി മുജാഹിദ് സംവാദം എന്ന് പറഞ്ഞിട്ട് അന്ന് ആ സംവാദം സംഘടിപ്പിച്ചത്. അതിന്റെയും ഒരു പ്രസക്തമായ ഭാഗം ശ്രദ്ധിക്കുന്നത് നല്ലത്. കാരണം എന്താ അറിയോ, നബിദിനാഘോഷ വിഷയം പട്ടിക്കാടൊക്കെ വന്നിട്ട് എടുത്തിടാനും അൽ മുർഷിദൊക്കെ വായിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ ഏത് വിഷയം വേണോ സംവദിക്കാമെന്ന്. അവിടെ അൽ മുർഷിദൊക്കെ അന്ന് MTക്ക് ശരിക്കാണ് പഠിപ്പിച്ചു കൊടുത്തതാ. അതും കൂടി മനസ്സിലാക്കാൻ നല്ലതാണ് എന്നതുകൊണ്ട് ആ ഭാഗം കൂടി ശ്രദ്ധിക്കുക എന്നുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങളെ വൈരുദ്ധ്യല്ലേതാ, ഇനി വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഫുള്ളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും വൈരുദ്ധ്യമില്ല എന്നുള്ളത്. അത് നമുക്ക് അവിടേക്ക് വെക്കുക, അതാ നല്ലത്. അപ്പൊ ഇനി ഒരു നരകത്തിലാണോ വിചാരിച്ച് ബേജാറായിക്കാണ്ട് നിങ്ങൾ നരകത്ത് പോകണ്ട, നിങ്ങൾ സ്വർഗത്ത് പോകണ പണിയെടുത്തോളി, അതാണ് ആവശ്യം. ഏതായിരുന്നാലും ശരി, നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ജൂതന്റെ ആചാരമാണ്, ഷിയാക്കളുടെ ആചാരമാണ്, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്തതാണ്, ആദ്യകാലത്ത് ഇല്ലാത്തതാണ്. കേൾക്കുമ്പോൾ എടുക്കാറുണ്ടാവും, കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ നിങ്ങൾ, അല്ലാതെ കേൾക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പിൽക്കാലത്ത് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞെന്താ ബിദ്അത്ത് എന്നാണ്. ചിലര് പറഞ്ഞു നല്ല ബിദ്അത്ത്, ചിലര് പറഞ്ഞു ചീത്ത ബിദ്അത്ത്. അതിനപ്പുറത്ത് ഇതാരാ കൂട്ടരെ ആയത്തോടെ സ്ഥാപിച്ചത്, ഇതാരാണ് കൂട്ടരെ ആ നിലയ്ക്ക് നിങ്ങൾ പറയുന്ന പോലെ സുന്നത്തായി പരിചയപ്പെട്ടത് ഇല്ലല്ലോ. ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അൽ ഇൽതിസാമിൽ പറയുന്നു, ബിദ്അത്തുകൾ എണ്ണുമ്പോൾ വമിൻഹാ, ആ ബിദ്അത്തിൽപ്പെട്ടതാണ് ഇൽതിസാമുൽ കൈഫിയാത്തി വൽ ഹൈആത്തിൽ മുഅയ്യന, പ്രത്യേകമായ രൂപമുണ്ടാക്കൽ, പ്രത്യേകമായ രീതിയുണ്ടാക്കൽ. ദിക്ർ ചൊല്ലും പോലെ ബിഹൈഅത്തിൽ ഇജ്തിമാഇ, ഒരുമിച്ച് കൂടിക്കൊണ്ട് അലാ സൗത്തിൻ വാഹിദിൻ, ഒരേ ശബ്ദത്തിൽ നിങ്ങളെ പള്ളി നടക്കുന്ന പോലെ. വത്തിഖാദി യൗമി ബിദഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ, നബി ജനിച്ച ദിവസം ആഘോഷമാക്കും പോലെയും അതും ബിദ്അത്താകുന്നു. ഇമാം ഇബ്നു ഷാമി അബൂ ഷാമയുടെ ഇത്തിസാം, ഇമാം ഷാത്തിബിയുടെ കിതാബുൽ ഇത്തിസാം 28ാമത്തെ പേജ് 1-ാം വാല്യം വേണമെങ്കിൽ മറിച്ച് നോക്കുക, അപ്പുറം വല്ല ഉണ്ടോ എന്നുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ ഇമാം അസ്കലാനി പറഞ്ഞു എന്ന പേരിൽ സുയൂത്തി പറഞ്ഞത് എന്താ അതിലുള്ളത്, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദ് എന്ന അമലിന്റെ അസ്ൽ തന്നെ ബിദ്അത്താണ്. ലം യുൻകൽ ദാലിക അൻ അഹദിൻ മിന സലഫി സ്വാലിഹ മിന ഖുറൂനി സലാസ, ഉത്തമമായ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. മാത്രവുമല്ല ഇബ്നു റജബ് ഹംബലി വഅസ്ലു ഹാദാ ഇന്നഹു ലാ യുശ്റഉ അൻ യത്തഖിദൽ മുസ്ലിമുന ഈദൻ ഇല്ലാ മജാഅത്ത് ശരീഅത്ത് ബിത്തിഖാദിഹി ഈദാ, ശരീഅത്തിൽ ആഘോഷമാക്കണമെന്ന് പറഞ്ഞതല്ലാത്ത ദിവസത്തെ ആഘോഷമാക്കാൻ പാടില്ല. ഏത് ആഘോഷമാക്കാൻ പറഞ്ഞത്, വഹുവ യൗമുൽ ഫിത്രി, ചെറിയ പെരുന്നാള്, വയൗമുൽ അദ്ഹ, ബലി പെരുന്നാള്, വഅയ്യാമുത് തശ്രീഖി, അയ്യാമുത് തശ്രീഖി, വഹിയ അഅയാദുൽ ആമി, ഇതാണ് ഒരു കൊല്ലത്തെ ആഘോഷങ്ങൾ. അവിടെ മൗലിദ് പറഞ്ഞില്ല, മറ്റൊന്നും എണ്ണിയില്ല. ആരാ പറയാത്തത്? സുയൂത്തി എന്താ പറഞ്ഞത്? അത് ബിദ്അത്താണ് എന്നല്ലേ പറഞ്ഞത്. ഇന്ത്യ അസ്ലൽ അമലി അസ്ലിം അമലി മൗലിദി അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വൽ അഖ്ബാരിൽ വാരിദ ഫീ മംദി അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم يمدلهم سمات يذكرون وينصرفون من غير زيادة على ذلك من البدع الحسنة. അത് ബിദ്അത്താകുന്നു. പക്ഷെ നല്ല ബിദ്അത്ത് ഇതല്ലേ പറഞ്ഞുള്ളൂ. എന്താ ഇമാം ഫാക്കിഹാനി പറഞ്ഞത്? ഇത് ബിദ്അത്താണ് എന്ന് മാത്രമല്ല, അഹ്ദസൽ ബത്താലൂന, ചില ഭോഷന്മാരുണ്ടാക്കിയതാണ്, വശഹവത്ത് നഫ്സിൻ, സ്വാർത്ഥ താൽപര്യക്കാരുണ്ടാക്കിയതാണ്, വഅതനാബിഹൽ അക്കാലൂന, തീറ്റക്കുതിയന്മാർ കൊണ്ടെടുക്കുകയാണ്. മാത്രമല്ല അവസാനം അദ്ദേഹം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു, അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് എന്നെ ഹാജരാക്കുമ്പോൾ അവിടുന്ന് റബ്ബ് ചോദിച്ചാലും ഈ മറുപടി ഞാൻ പറയും. നാളെ പരലോകത്ത് റബ്ബ് എന്നോട് ചോദിച്ചാൽ അവിടെ പോലും ഞാൻ പറയും ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇമാം ഫാക്കിഹാനി. ഇബ്നു ഹാജുൽ മാലിക് എന്താ പറഞ്ഞത്? ഈ ഹറാമായ ഒന്നുമില്ലെങ്കിൽ പോലും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുത്തു, വനബൽ മൗലിദ, മൗലിദിനെ ഉദ്ദേശിച്ചു എങ്കിൽ ഫഹുവ ബിദ്അത്തുൻ ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, ആ നിയ്യത്ത് കൊണ്ട് തന്നെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇബ്നു ഹാജുൽ മാലിക് റഹിമഹുല്ലാഹ്. ആരാ പറയാത്തത്? അല്ലാമ സുർഖാനി പറഞ്ഞെന്താണ്? വഹിയ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ് എന്നല്ലേ. സ്വാലിഹി അശ്ശാമി പറഞ്ഞെന്താണ്? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്നല്ലേ. അതിനപ്പുറത്ത് ആരാ മുസ്ലിയാക്കന്മാരെ പറഞ്ഞത്? അതുകൊണ്ട് 7-ാം നൂറ്റാണ്ടിൽ മുദഫർ രാജാവ് കൊണ്ടുവന്നു. അതിനുശേഷം വന്ന പണ്ഡിതന്മാർ ചിലർ ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലർ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞു. അല്ലാമ അബ്ദുസ്സലാം സുഖൈരി പറഞ്ഞെന്താണെന്നോ? ബിദ്അത്തുൻ മക്റൂഹത്തുൻ ലമീമ, അങ്ങേയറ്റം മോശമായ ബിദ്അത്താണ്. ലം യഫ്അൽ സലഫു, മുൻഗാമികൾ ചെയ്തിട്ടില്ല. വലൗ കാന ഫിഹാ ഖൈറുൻ, അതിൽ ഖൈറുണ്ടായിരുന്നുവെങ്കിൽ ഫകൈഫ യഗ്ഫിറു അബൂബക്കർ വഉമർ
വഉസ്മാൻ വഅലി വസായിറു സ്വഹാബ വത്താബിഈന വഅത്ബാഉഹും ഇത് ഖൈറാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബി ത്വാലിബും മറ്റു സ്വഹാബിമാരും താബിഈകളും താബിഈകളും എങ്ങനെ ആഘോഷിക്കാതിരിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. സഹോദരങ്ങളാ, ഇതൊക്കെ കൃത്യമാണ്. അതുകൊണ്ട് ഇത്രയും ആയത്ത് ചോദിച്ചു പറഞ്ഞില്ല, തഫ്സീർ ചോദിച്ചു പറഞ്ഞില്ല, ആകെ പിടിച്ചത് കെ എം മൗലവി, കെ മൗലവി. അതും ഇതാ പൊളിഞ്ഞിരിക്കുന്നു, അതും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചിട്ട് മൗലിദ് ആഘോഷിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പണ്ടായ സംശയ കെ എം മൗലവി നരകത്തിലാണോ, അദ്ദേഹം നരകത്തിലാണ്. മതി കണ്ടോ. അപ്പൊ രണ്ട് സംവാദങ്ങളാണ് കാണിച്ചത്. ഒന്ന് മംഗലാപുരത്ത് വെച്ച് നടന്ന സംവാദം ഇതേ വിഭാഗം സമസ്തയുമായിട്ട്. എന്താ ബാനർ? സലഫി സുന്നി ഡിബേറ്റ് എന്നാണ്. മംഗലാപുരത്ത് നടന്ന ആ സംവാദത്തിന്റെ ബാനർ നിങ്ങൾ കണ്ടല്ലോ, സലഫി സുന്നി ഡിബേറ്റ്. ഇപ്പോഴും കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ സലഫി സുന്നി ഡിബേറ്റ് എന്നാണ് അന്ന് മംഗലാപുരത്ത് അവിടെ ബാനർ പോലും വെച്ചത്. അന്നാരും ചോദിച്ചില്ല നിങ്ങൾ സലഫിയാണോ, നിങ്ങൾ ഏതാ ടീം, നിങ്ങളെ അഡ്രസ് എന്താ, നിങ്ങളെ ഭാരവാഹികളാരാ, നിങ്ങളെ പ്രസിദ്ധീകരണം ഏതാ എന്നൊന്നും ചോദിച്ചില്ല. നേരെ മറിച്ച് സലഫി സുന്നി ഡിബേറ്റ് എന്ന് വെച്ചുകൊണ്ടാണ് അന്ന് ഞങ്ങളും നിങ്ങളും തമ്മിൽ വാദപ്രയോഗം നടന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ കമ്പിൽ വെച്ച് വാദപ്രയോഗം ഉണ്ടായത്. അത് നമ്മൾ തൊട്ടു മുമ്പ് കേട്ടത്. അവിടെ ബാനർ എന്താ? സുന്നി മുജാഹിദ് സംവാദം എന്നാണ്. സുന്നി മുജാഹിദ് സംവാദം എന്ന പേരിലാണ് ആ സംവാദം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന സ്ഥലത്ത് വെച്ച് 2015 ഡിസംബറിൽ അഥവാ റബീഉൽ അവ്വൽ മാസത്തില്. അപ്പൊ അന്നൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഹമീദ് ഫൈസിന്റെ മേലക്കണ്ട് വന്നപ്പോഴാണ് നിങ്ങൾ ഏത് മുജാഹിദ്, എന്ത് മുജാഹിദ്, ഏതാ അഡ്രസ്, ആരാ ഭാരവാഹികൾ, പറച്ചിൽ കേട്ടാ തോന്നും അഡ്രസ്സും ഭാരവാഹികൾക്ക് കൊടുത്താൽ മൂപ്പരുണ്ടാവും എന്നുള്ളത്. മൂപ്പരെ കൊണ്ട് ആ പണി കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് കൂട്ടരെ. ഇന്നും ഇപ്പതാ 1 മണിക്കൂർ മുമ്പ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് SKSF ഇസ്തിഖാമ ടീം എന്ന് പറഞ്ഞുകൊണ്ടൊരു മുസ്ലിയാർ എന്നെ വിളിച്ചു. എന്ന് അദ്ദേഹം അപ്പോഴും എന്നോട് ചോദിച്ചു, ഹുസൈൻ സലഫി വരുമോ, ഹുസൈൻ സലഫിയെ പറഞ്ഞേക്കോ, ചെലവ് ഞങ്ങൾ എടുക്കാം. ഞാൻ പറഞ്ഞു ചെലവല്ല പ്രശ്നം, നിങ്ങൾ ഹമീദ് ഫൈസിനെ കൊണ്ടുവരി, ഹമീദ് ഫൈസിയെ കൊണ്ടുവരി. അപ്പൊ അദ്ദേഹം പറഞ്ഞോ, ഹമീദ് ഫൈസ് ഒന്നും അങ്ങനെ നിങ്ങളെത്തി വരാൻ മാത്രം ഒന്നും നിങ്ങളൊന്നും ആയിട്ടില്ലാതാ. ഞാൻ പറഞ്ഞതൊന്നുമില്ല ചങ്ങായി, ഹമീദ് ഫൈസി ആൺകുട്ടിയല്ലെന്ന് എപ്പോഴേക്കും മനസ്സിലായി. അതുകൊണ്ട് മൂപ്പരെ ആൺകുട്ടിയെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ മൂപ്പരെ കൊണ്ടുവരി എന്ന് പറഞ്ഞിട്ട് ഫോണും വെച്ച് പോവുക ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ മാലോകർക്ക് മൊത്തം ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഹമീദ് ഫൈസിക്ക് അത് കഴിയൂലെന്ന്. അതിന് വെറുതെ ചോദിക്കുക അഡ്രസ് എന്താ, അഡ്രസ്സൊക്കെ ഓൽക്കിപ്പോ എന്താ അഡ്രസ് ഉണ്ടായത്, എന്തൊക്കെയാണ് ഈ പട്ടിക്കാട് വെച്ച് നടന്ന മറുപടി പ്രസംഗം എന്ന പേര് സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ പ്രസംഗിച്ച ദാരിമ്യടക്കം സംബന്ധിച്ച കാര്യ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായി 5 കൊല്ലം കഴിഞ്ഞിട്ടാ സമസ്ത ഉണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടായിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാ ഓർക്ക് അഡ്രസ് ഉണ്ടായത്. എന്നിട്ട് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതാ അഡ്രസ്. അതുകൊണ്ട് ആ വക വിളക്കെ അവിടെ നിന്നോട്ടെ. അത് കഴിയുമെങ്കിൽ ഒന്നുകിൽ ഇത് ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ ഇനി കേരള മണ്ണിൽ ഈ വക വെല്ലുവിളിയുമായി ഹമീദ് ഫൈസിയെ കാണാൻ പാടില്ല എന്നാ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു തീവ്രവാദിയാണ്, ഒരു ഭീകരവാദിയാണ്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഒരിക്കൽ പാരമ്പര്യമില്ലാത്താണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തളിക്കാൻ രക്ഷപ്പെടാനുള്ള പഴുത് എന്ന് മാത്രമേ ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. പാരമ്പര്യം പറയാൻ എന്തവകാശ സമസ്തക്കുള്ളത്? 300 കൊല്ലം മുമ്പുണ്ടായ കുത്തുബിയ്യത്തും 400 കൊല്ലം മുമ്പുണ്ടായ മാലപ്പാട്ടും അതേപോലെ 600 കൊല്ലം മുമ്പുണ്ടായ നാരിയാസ്രാത്തും 700 കൊല്ലം മുമ്പുണ്ടായ ബുർദബെയ്ത്തും 800 കൊല്ലം മുമ്പുണ്ടായ നബിദിനാഘോഷവും ഒക്കെ കൊണ്ടെടുക്കുന്ന മനുഷ്യന്മാരാ പറഞ്ഞത് ഞങ്ങൾക്ക് പാരമ്പര്യം, നിങ്ങൾക്ക് പാരമ്പര്യമില്ല എന്ന്. 1400 കൊല്ലം മുമ്പുള്ളത് ചെയ്യാവൂ എന്ന് വാശി പിടിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് പാരമ്പര്യമില്ല എന്നും ഈ വക പുത്തൻ ആചാരങ്ങൾ, മാലയും മൗലിദും റാത്തീബും കുത്തുബിയ്യത്തും ജാറങ്ങളും അടക്കമുള്ള പുത്തൻ ആശയങ്ങൾ ഷിയാക്കളുടെ ആചാരങ്ങൾ കൊണ്ടെടുക്കുന്ന മനുഷ്യന്മാർ അവര് പറയാ നിങ്ങൾക്ക് എന്തു പാരമ്പര്യം. അതുകൊണ്ട് ആ വക രീതിയല്ല ആവശ്യം. മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചു പോകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താ അറിയോ, ചില സംഘടനകളൊക്കെ ഇല്ലാതായതുകൊണ്ട് ഇനി വെല്ലുവിളിക്കാന്ന ആ സംഘടനക്ക് മാത്രമേ ആദർശ രംഗത്ത് പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതേസമയം മുജാഹിദുകൾക്ക് ആ രംഗത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അവർക്കും ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സംഘടനാ രംഗത്ത് മിക്കഴിഞ്ഞ ദിവസങ്ങളിലായി അതിന് ചില ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ അവർക്കെല്ലാം ആ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വിചിന്തനത്തിൽ ലേഖനം വരുന്നു, ആ ലേഖനത്തെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വരുന്നു.
രാജിവെക്കുന്നു. വ്യത്യസ്തങ്ങളായ സംഭവ വികാസങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട്? അവിടുത്തെ അനുയായികളും മനസ്സിലാക്കി തുടങ്ങി, ഇത് മടവൂർ ആലയത്തിലേക്ക് KNM എന്ന മഹാസംഘത്തെ, സംഘടനയെ കൊണ്ടുപോയി കെട്ടാനുള്ള ചില വ്യക്തികളുടെ ഗൂഢമായ പ്ലാനിങ്ങളായിരുന്നുവെന്ന് ഇപ്പൊ കൂടുതലുള്ള ആളുകളും മനസ്സിലാക്കി തുടങ്ങി. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ആ KNM എന്ന മഹാസംഘടനയും ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ രക്ഷപ്പെട്ടുകൂടായികയില്ല ഈ ഗർത്തത്തിൽ നിന്ന്. അതല്ലാത്ത കാലത്തോളം അവർക്ക് ഏതായിരുന്നാലും ഒരു സംഭവത്തിന് കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. അവിടെ പോയി എത്രയും വെല്ലുവിളിക്കാം, അത് ആർക്കൊന്നും പറയാനുമില്ല. അവിടെ അമീർ ഫൈസി KNM-നെയാണ് ആദ്യം വെല്ലുവിളിച്ചതെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തൽക്കാലം വരൂലായിരുന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇനി തൗഹീദ് പറയാൻ അവകാശമില്ല എന്നും സുന്നികൾ ചെയ്യുന്ന പണി ശിർക്കാണെന്ന് പറയാൻ ധാർമ്മികമായി സാധ്യമല്ല എന്നും ഒരു സംവാദം നടത്താൻ കഴിയില്ല എന്നും കഴിയുമെങ്കിൽ പറയട്ടെ എന്നും പ്രഖ്യാപിച്ചപ്പോഴാണ് മുജാഹിദുകൾ അവിടെ ഇടപെട്ടത് എന്നാണ് ഞങ്ങൾക്ക് ഇനിയും ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഹമീദ് ഫൈസിക്ക് അല്പമെങ്കിലും ആ പറഞ്ഞ വെല്ലുവിളിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ നടത്തിയ വെല്ലുവിളിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ജീവിതത്തിൽ പരിചയമില്ലാത്ത പണിയാണെങ്കിലും ശരി മൂപ്പർക്ക് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം തയ്യാറാകണം എന്ന് മാത്രമാണ് അവസാനിപ്പിക്കുമ്പോഴും സൂചിപ്പിക്കാനുള്ളത്. ഇത് മറ്റൊരു ആവേശത്തിനോ ആ നിലക്കുള്ള ഒന്നുമല്ല. ദീനിയായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ മൊത്തം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഈ ആശങ്ക കൊണ്ട് തന്നെയാണല്ലോ ഈ നിലക്കുള്ള വിശദീകരണം പട്ടിക്കാട് വെച്ച് നടന്നാൽ ഒരു പക്ഷേ ജാമ്യ നൂരിയ അടക്കം പൂട്ടിപ്പോകേണ്ടി വരുമോ എന്ന ബേജാറ് കൊണ്ട് തന്നെയാണല്ലോ ചില ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടെങ്കിലും മുടക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത്തരം ആൾക്ക് പ്രശ്നമില്ല, അവർക്കെല്ലാം സന്തുലിതാനത, അവിടെ ഒരു കുഴപ്പമില്ല. ആ സന്തുലിതമായ ആളുകളെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ എല്ലാം ഇല്ലാതാക്കി ഈ വക പ്രോഗ്രാമൊക്കെ ഇനി നടത്താൻ പറ്റൂല എന്ന രൂപത്തിലുള്ള ചില കുരുട്ടുബുദ്ധികളൊക്കെ അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ സന്ദർഭം സാഹചര്യം ഒത്തുവരുമ്പോൾ നമുക്ക് ബാക്കി വിശദീകരിക്കാം. പട്ടിക്കാട് തന്നെ ഇൻഷാ അല്ലാഹ് നിയമപാലകന്മാർ അനുവദിക്കുന്ന മുറയ്ക്ക് നാം പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന